എത്രയോ മക്കളാണ് മോശമായ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നത്. നിന്റെ പൊന്നോമന മക്കളെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ കൊണ്ടാക്കിയാൽ ആ മകൻ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യാ, അവൻ സുബഹിയുടെ സമയത്ത് എഴുന്നേൽക്കുകയാ, അവൻ തഹജ്ജുദ് നിസ്കരിക്കുകയാ, അവന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി അവനെ പ്രാർത്ഥന നടത്തുകയാ, ആ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവന്റെ ഉസ്താദിന് അവനെ പാഠം കേൾപ്പിക്കുകയാ, അവൻ എപ്പോഴും പരിശുദ്ധമായ വുളൂഇല. അങ്ങനെയാകണ്ടേ നമ്മുടെ മക്കള് സ്വാലിഹീങ്ങളാകണ്ടേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാ, നിങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇൽമു പറഞ്ഞു കൊടുക്കണേ. അങ്ങനെ ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ തന്റെ മക്കളെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചാൽ മൻ അല്ലമ വലദഹു ആയത്തൻ മിനൽ ഖുർആൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, മൻ അല്ലമ വലദഹു ആയത്തൻ മിനൽ ഖുർആൻ, ഏതെങ്കിലും മാതാപിതാക്കൾ മക്കളെ ഖുർആനിൽ നിന്നൊരു ആയത്ത് പഠിപ്പിച്ചാൽ കാന ദാലിക ഖൈറുൽ ലഹു, അതവന് ഖൈറാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ.